പ്രിയപ്പെട്ടവരെ നമസ്കാരം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അഥവാ ആശ വർക്കേഴ്സ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കേരളത്തിൽ ഇന്ന് വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2005 കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം സ്ഥാപിക്കപ്പെട്ട നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടാണ് ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാൻ തീരുമാനിക്കുകയും അതിനെ തുടർന്നാണ് ആശ വർക്കേഴ്സ് എന്ന പേരിൽ 2007 മുതൽ ഇന്ത്യയിലാകമാനം സന്നദ്ധ സേവന പ്രവർത്തകരായി രജിസ്റ്റർ ചെയ്യപ്പെട്ടവരിൽ നിന്ന് ഹെൽത്ത് വർക്കേഴ്സിനെ നിയോഗിക്കപ്പെട്ടത്. കേരളത്തിൽ 2007 മുതൽ തന്നെ ആശാ വർക്കർമാർ പ്രവർത്തനമായിരുന്നു. വളരെ തുച്ഛമായ ഒരു സംഖ്യ ഹോണറേറിയമായി കൈപ്പറ്റിക്കൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ 100 രൂപയും പിന്നീട് 500 രൂപയും പിന്നീട് 700 രൂപയും ഒക്കെ ഉയർത്തി ഘട്ടം ഘട്ടമായി ആണ് ഇപ്പോഴത്തെ നിലയിലെത്തിയത്. ഇപ്പോൾ 7000 രൂപയാണ് ഫിക്സഡ് ഹോണറേറിയമായി കേരളത്തിൽ ആശാ വർക്കേഴ്സിന് ലഭിക്കുന്നത്. ചില ഇൻസെൻറ്റീവ്സ് നൽകുന്നുണ്ട് അവരുടെ പ്രവർത്തനം. അത് സാന്ദർഭികമാണ്. അത് ഇൻസെൻറ്റീവ്സ് എല്ലാ പ്രാവശ്യവും ലഭ്യമാകണമെന്നില്ല. പ്രസവ പരിരക്ഷ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില ടാർഗറ്റുകൾ പൂർത്തീകരിക്കുക, ചില ഹെൽത്ത് ക്ലാസ്സുകളിൽ ആളുകളെ അറ്റൻഡ് ചെയ്യിപ്പിക്കുക, അങ്ങനെ പലതരം ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ്, അങ്ങനെ പലതരം ടാസ്കുകൾ കൊടുക്കുകയും അതൊക്കെ പൂർത്തീകരിക്കുന്നതനുസരിച്ച് ചെറിയ സംഖ്യകൾ ഇൻസെൻറ്റീവായി നൽകുകയും ചെയ്തുകൊണ്ട് ഒരാൾക്ക് പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത് 13,500 രൂപയാണ്. ആ 13,500 രൂപ പോലും കേരളത്തിൽ ലഭ്യമാകുന്ന ഒരാശ പോലും നിലവിലുണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മാസമോ മറ്റോ ലഭ്യമാകും, പിന്നീട് ഉണ്ടാവുകയില്ല എന്നതാണ്. മിനിമമായ 7000 രൂപ ഹോണറേറിയം ലഭിക്കുന്നതിന് പോലും 10 മാനദണ്ഡങ്ങൾ നിലവിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ആശാ വർക്കർമാർ സമരം ആരംഭിച്ചത്. അവരുടെ സമരം ആരംഭിച്ചത് അവരുടെ ഒരു ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിട്ടാണ് സമരം ആരംഭിച്ചത്. ആ ട്രേഡ് യൂണിയൻ സമരം ആരംഭിച്ചത് മുതൽ കേരളത്തിൽ വളരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയാണ്. കേരളത്തിലെ സർക്കാർ ഇടതു സർക്കാരാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇടതുപക്ഷത്തെ സർക്കാരുകൾ, ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിനെ നയിക്കുന്ന ആളുകൾ, CPMൻ്റെ നേതാക്കൾ, ഇവരെല്ലാം വളരെ മോശമായ രീതിയിലാണ് ആശാ വർക്കർമാരുടെ സമരത്തെ സമീപിക്കുന്നത്. അവരെ കീടങ്ങളെന്ന് വിളിക്കുന്നു, കൃമികൾ എന്ന് വിളിക്കുന്നു, ചോറും കാശും കൊടുത്ത് ഇവിടുന്ന് ഇറക്കിയ ആളുകൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ അധിക്ഷേപകരമായ പരാമർശം. കൂടാതെ വേറെ ആരൊക്കെയോ സഹായിക്കുന്നവരാണ്, ആരോ ഇളക്കിവിട്ടവരാണ്, ഇങ്ങനെയൊക്കെയുള്ള മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതായാലും വിജയരാഘവൻ വരെയുള്ള CPM നേതാക്കൾ, MP ഗോവിന്ദൻ അടക്കം കേരളത്തിലെ CPM നേതാക്കളെല്ലാം, ഇളമരങ്കരിയും അടക്കമുള്ള വലിയ നേതാക്കൾ തന്നെ വളരെ മോശമായ ഭാഷ, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് ആശമാരുടെ സമരത്തെ അധിക്ഷേപിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ആശമാരുടെ സേവനം വളരെ വലുതാണ്. ആരോഗ്യ സന്നദ്ധ സേവന പ്രവർത്തകരെന്ന നിലയിൽ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ കേരളത്തിൽ സമരം ആരംഭിച്ചത്. അതിലൊരു ആവശ്യം ഹോണറേറിയം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നതാണ്. മറ്റൊരാവശ്യം അവരുടെ പെൻഷൻ പിരിയുന്ന സമയത്തുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക എന്നതാണ്. മൂന്നാമത്തേത് അവരുടെ കൂലി, അത് വേതനം, അത് മിനിമം കൂലിക്ക് സമാനമാക്കി 700 രൂപ മിനിമം കൂലി എന്നത് കണക്കാക്കി 21,000 രൂപയാക്കി ഉയർത്തുക എന്നതാണ്. ഇപ്പോൾ നിലവിൽ ആശാ വർക്കർമാർക്ക് അവർ ഒരു ഗവൺമെൻറ് നിയോഗിക്കപ്പെട്ട തൊഴിലാളികളല്ല. കേരള സർക്കാർ ഇപ്പോൾ പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ആശാമാരെ നിയോഗിക്കേണ്ടത്, അവരാണ് തുക കൊടുക്കേണ്ടത് എന്നതാണ്. ആ വാദത്തിൽ നിന്നും വലിയ കഴിവില്ല എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കേന്ദ്രത്തിനും കേരളത്തിനും ഇപ്പോൾ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഈ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള മേഖലകളിൽ പെട്ട ഒന്നാണ്. ആ മേഖലകളിലുള്ള ഈ ആശ എന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരാണ്. അതിൽ അവരുടെ ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്ന നിലയിൽ 2000 രൂപയാണ് കേരളത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നൽകുന്നത്. പിന്നീട് അല്ലാത്ത ഇൻസെൻറ്റീവുകളും കേന്ദ്രം പ്രഖ്യാപിച്ച ഇൻസെൻറ്റീവുകളുണ്ട്. അങ്ങനെയാണ് കേന്ദ്രം നൽകുന്നത്. സംസ്ഥാനങ്ങളാണ് അവരുടെ ഹോണറേറിയം നിശ്ചയിക്കുന്നത്. കേരളത്തിൽ 7000 രൂപയാണ് ഫിക്സഡ് ഹോണറേറിയം എന്നത് നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഫിക്സഡ് ഹോണറേറിയം പോലും ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ് മാനദണ്ഡം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമരത്തിലെ ഒരാവശ്യം. ആ മാനദണ്ഡം മാറ്റി എന്നാണ് സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഫെബ്രുവരി 19 നടന്നിട്ടുള്ള ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ചിട്ട് തീരുമാനിക്കുകയും മാർച്ച് 12 ഉത്തരവായി ഇറക്കുകയും ചെയ്ത ആ ഒരു കാര്യം വന്നപ്പോൾ വീണ്ടും ഫിക്സഡ് ഹോണറേറിയം ലഭിക്കുന്നതിനും കൂടി മാനദണ്ഡം ഏർപ്പെടുത്തിയ ആ കാര്യം പിൻവലിക്കും എന്ന് പറയുന്നുവെങ്കിലും ആ മാനദണ്ഡം നേരത്തെ ഉണ്ടായിരുന്ന 10 മാനദണ്ഡങ്ങൾ മാറ്റി 3 മാനദണ്ഡങ്ങളാക്കി മാറ്റിയെങ്കിലും ആ 10 മാനദണ്ഡങ്ങളും ഈ 3 മാനദണ്ഡങ്ങൾക്കകത്ത് വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. എന്ന് മാത്രമല്ല, അതിൽ ഇൻസെൻറ്റീവ് ലഭിക്കുന്ന 1000 രൂപ ഇൻസെൻറ്റീവ് ലഭിക്കുന്ന മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയാൽ ലഭ്യമാകുക 3500 രൂപ മാത്രമായിരിക്കും ഹോണറേറിയം. അതായത് അത് 3 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്കാണ് ഒന്ന് മാത്രം ഒരു ആശാ വർക്കർക്ക് നടപ്പാക്കാൻ സാധിച്ചുള്ളൂവെങ്കിൽ 3500 രൂപയായി ഹോണറേറിയത്തിൽ കുറവ് വരും എന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്ന തരത്തിൽ, കൂടുതൽ കുരുക്കിടുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. അത് ശരിയാവില്ല എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം,
രണ്ടാമത്തെ അല്ല പ്രഥമമായ പ്രശ്നം തന്നെ അതാണ്. ആശാ വർക്കർമാരുടെ കൂലിയെ സംബന്ധിച്ച് അവർക്ക് ഫിക്സഡ് ഹോണറേറിയം ഇല്ല, അവർ വോളണ്ടിയേഴ്സാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 24 മണിക്കൂറും സേവന സന്നദ്ധരായി നിൽക്കുന്നവരാണവർ. മറ്റൊരു തൊഴിൽ പോകാൻ കഴിയില്ല, ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിച്ചേ മതിയാവും. അവർക്ക് ഇൻസെൻറ്റീവ് അടക്കം കിട്ടണമെങ്കിൽ തന്നെ അവരുടെ പ്രവർത്തനം നടത്തിയേ മതിയാവും. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് മാന്യമായിട്ടുള്ള കൂലി നൽകുക എന്നത് ഇന്നത്തെ കേരളത്തിലാണ് ഏറ്റവും വലിയ കൂലി എന്നാണ് കേരള സർക്കാർ അവകാശപ്പെടുന്നത്. കണക്കനുസരിച്ച് സിക്കിമിലാണ് ഏറ്റവും വലിയ കൂലി. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. കേരളം ജീവിത ചെലവ് വളരെ വലിയ സംസ്ഥാനമാണ്. വിലക്കയറ്റം വലിയ തോതിലുള്ള സംസ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ദേശീയ തലത്തിലുള്ള തന്നെ പണപ്പെരുപ്പത്തിൻ്റെ അളവ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൻ്റെ തോത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഇരട്ടിയോളമാണ് കേരളത്തിലെ വിലക്കയറ്റ തോത് എന്ന് വന്നിരിക്കുന്നു. ഇത് കേരളത്തിലെ ജീവിത നിലവാരത്തിൽ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് വിലക്കയറ്റം വരുന്നത്. അപ്പോൾ ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. ഇവിടെ PSC അംഗങ്ങൾക്ക് സർക്കാർ 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ശമ്പളം കൊടുക്കുന്ന ഒരു നാട്ടിലാണ് വെറും 700 രൂപ എന്ന മിനിമം കൂലിക്ക് വേണ്ടി, ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആശാമാർ സമരം ചെയ്യുന്നത്. ആ സമരത്തെയാണ് തൊഴിലാളി നേതാക്കൾ അപഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ശരിയാവുക? അവരോട് നല്ല വാക്കെങ്കിലും പറയണ്ടേ? ഒരു പക്ഷേ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് ഒരല്പം ഒരു വർധനമെങ്കിലും വരുത്തിയിട്ടെങ്കിലും പറയാമായിരുന്നു. അതല്ല സർക്കാർ ചെയ്യേണ്ടത്, അത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ പോലും ചെയ്യാതെ വളരെ മോശമായി അധിക്ഷേപിക്കുകയാണ്. കൃമികൾ, കീടങ്ങൾ, വർഗീയവാദികൾ, ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള നാണം കെട്ട രീതിയിലാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോറും കാശും കൊടുത്തു കൊണ്ടുവരുന്നവർ, ഇങ്ങനെയൊക്കെ ആശമാരെ ആക്ഷേപിച്ചുകൊണ്ട് ഈ സമരത്തെ സമീപിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആശമാരുടെ ചർച്ച നടത്തിയതിന് ശേഷം നടത്തിയിട്ടുള്ള പത്രസമ്മേളനം കണ്ടാൽ മനസ്സിലാവും. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭാഷയിൽ മാത്രമാണ് ആരോഗ്യമന്ത്രി സംസാരിക്കുന്നത്. CPMൻ്റെ നേതാക്കളെല്ലാവരും ആ നിലയിലാണ് സംസാരിക്കുന്നത്. അത്തരം മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആശമാരുടെ ഹോണറേറിയം വർധനവ് അവരുടെ ആവശ്യം ഉന്നയിക്കുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകളെല്ലാം നിരവധി സമരങ്ങൾ കൂലിക്കും അതിനുവേണ്ടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഫലമാണ് കേരളത്തിലെ ഉയർന്ന ജീവിത നിലവാരം എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് ആയിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് ആശമാരെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? തങ്ങളല്ലാത്ത എല്ലാവരും നശിച്ചു പോകേണ്ടവരാണ് എന്ന മട്ടിലുള്ള പെരുമാറുന്ന തരത്തിലുള്ള ഫാസിസ്റ്റ് സമീപനമാണ് കേരള സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാകട്ടെ ഇതിനകത്ത് അതിലും മോശമായ സമീപനമാണ്. വളരെ തുച്ഛമായ സംഖ്യ കൊടുത്ത് കേന്ദ്ര സർക്കാരും ഇതിനകത്ത് പ്രതിയാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരേപോലെ പ്രതികളാണ്. പക്ഷേ അതേസമയം സംസ്ഥാന സർക്കാരുകളാണ് ആശാമാരുടെ ഹോണറേറിയം നിശ്ചയിക്കുന്നത് എന്നത് സംശയമൊന്നുമില്ല. നമുക്ക് ഹരിയാനയിൽ കണ്ടതാണ്, ആന്ധ്രയിൽ കണ്ടതാണ്, കർണാടകയിൽ കണ്ടതാണ് ആശമാരുടെ സമരം. ഈ സമരത്തിനെല്ലാം ഫലമുണ്ടാവുകയും അതാത് സംസ്ഥാന സർക്കാരുകൾ അല്പമെങ്കിലും ഹോണറേറിയത്തിൽ വർധനവും, ആന്ധ്രാപ്രദേശ് പെൻഷൻ ആനുകൂല്യം കൊടുക്കാമെന്ന് പറഞ്ഞു, കർണാടക ഹോണറേറിയത്തിൽ നേരിയ വർധനവ് വരുത്തി, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം കേരളത്തിൽ ഇപ്പോഴും അതിനെക്കുറിച്ച് മോശമായ സമീപനം സ്വീകരിക്കുകയും സമരം ചെയ്യുന്നവരെ അവരുടെ മൊറാലിറ്റി തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നതാണ്. തീർച്ചയായും ആശാസമരത്തിൽ അവരുടെ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഒത്തുതീർപ്പാക്കേണ്ടതാണ്. അതാണ് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കേരളം നമ്പർ 1 ആണ് എന്നാണല്ലോ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റത്തിൽ നമ്പർ 1 ആണ് കേരളം, മറ്റു പല കാര്യത്തിലും നമ്പർ 1 ആണ് കേരളം എന്നതിൽ തർക്കമൊന്നുമില്ല. നല്ല ജീവിത നിലവാരമുള്ള സംസ്ഥാനമാണ് കേരളം എന്നതിലും തർക്കമില്ല. ആണെങ്കിൽ കേരളം നമ്പർ 1 ആണെങ്കിൽ ഈ ആശമാരുടെ സമരത്തെ നമ്പർ 1 ആയിട്ടാണല്ലോ സമീപിക്കേണ്ടത്. വളരെ മോശമായി സമീപിച്ചുകൊണ്ട് ഒരു ഇടത് സർക്കാർ, ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി നയിക്കുന്ന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം വളരെ തെറ്റായ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആശമാരുടെ സമരം തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു സമരമാണ്. ആ സമരത്തെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും കേരളത്തിലെ പൗരസമൂഹം കോവിഡ് അടക്കമുള്ള മഹാമാരികളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി കാവൽ മാലാഖമാരെ പോലെ ഇറങ്ങി പ്രവർത്തിച്ച, കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ആശമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഈ സമരത്തെ പിന്തുണയ്ക്കണം എന്നത് അത്യാവശ്യ കാര്യമാണ്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ ആശമാർക്ക് അനുകൂലമായ തീരുമാനമെടുത്ത് രമ്യമായി പരിഹരിക്കണം എന്നതും ആവശ്യപ്പെടുകയാണ്. ഏവർക്കും അഭിവാദ്യങ്ങൾ.